الإنس ألم يأتكم رسل منكم يقصون عليكم آياتي وينذرونكم لقاء يومكم هذا قالوا شهدنا على أنفسنا وغرتهم الحياة الدنيا وشهدوا على أنفسهم أنهم كانوا كافرين ذلك أن لم يكن ربك مهلك القرى بظلم وأهلها غافلون. സൂറത്തുൽ അൻആമിലെ പരലോക പ്രധാനമായ സൂക്തങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നേരത്തെ അള്ളാഹുവിൻ്റെ ദീനിനെ ഉൾക്കൊള്ളുവാൻ, ഹിദായത്ത് സ്വീകരിക്കുവാൻ, ഇസ്ലാമിൽ പ്രവേശിക്കുവാൻ ഒരാളുടെ മനസ്സ് വിശാലമാകുമ്പോൾ അതാണ് ചൊവ്വായ മാർഗം എന്ന് പറഞ്ഞു. അവർക്ക് അവരുടെ നാഥന്റെ അടുക്കൽ ദാറുസ്സലാമുണ്ട് എന്ന് പരാമർശിക്കേണ്ടായി 127 ആയത്തില്. അതിനുശേഷം പരലോകത്തെ ചില സംഭാഷണങ്ങൾ, ചില ചോദ്യോത്തരങ്ങളാണ് വന്നത്. 128 ആയത്തില് ഓർക്കുന്നുണ്ടാകും, അല്ലാഹു തആല സകലരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ജിന്ന് സമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ അവരോട് പറയുന്നത്, നിങ്ങൾ മനുഷ്യരിൽ ഭൂരിപക്ഷത്തെയും പിഴപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട്. അപ്പോൾ മനുഷ്യരെന്താണ് മറുപടി പറയുന്നത്? പടച്ചോനെ, ഞങ്ങൾ പരസ്പരം സുഖമനുഭവിക്കുകയായിരുന്നു. ജിന്നിലെ പിശാചുക്കളും മനുഷ്യരായ ഞങ്ങളും പരസ്പരം സുഖമനുഭവിച്ചു. അവര് ഞങ്ങളുടെ മനസ്സിൽ പല ദുഷ്ചിന്തകളും ഇട്ടു തന്നു, ഞങ്ങളത് പ്രാക്ടിക്കലാക്കിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഫലമായിട്ട് അവർ നരകാവകാശികളായിത്തീരും എന്ന് അള്ളാഹു ഉണർത്തി. എന്നിട്ട് ഒടുവിൽ പറഞ്ഞല്ലോ, വകദാലിക നുവല്ലി ബഅദൽ ളാലിമീന ബഅദ, അക്രമികളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് നാം കൈകാര്യകർത്താക്കളാക്കും എന്ന് പറയണ്ടായി. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ വെച്ച് മനുഷ്യ ജിന്ന് വർഗങ്ങളെ വിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ചോദ്യമാണ് 130 സൂക്തത്തിൽ വരുന്നത്. അർത്ഥം ശ്രദ്ധിക്കാം. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, അല്ലയോ ജിന്നുകളുടെയും മനുഷ്യരുടെയും കൂട്ടമേ എന്നാണ് വിളിക്കുന്നത്. മഅ്ശർ എന്ന വാക്കിന് ഒരുമിച്ച് കൂടുക എന്നുള്ള ആശയമാണ്, അഥവാ ആ സമൂഹം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. അതേസമയത്ത് ഹഷറ എന്നാണെങ്കിലോ ഒരുമിച്ച് കൂട്ടി എന്നാണ്. മഹ്ഷർ എന്നത് മറ്റൊരു വാക്കാണ്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യ ജിന്ന് സമൂഹങ്ങളെ, അലം യഅ്തിക്കും റുസുലും മിൻകും, അവരോടുള്ള ചോദ്യമാണ്. അലം ഇല്ലയോ, യഅ്തി അതായഅ്തി വന്നു, അലം യഅ്തി വന്നിട്ടില്ലയോ, കും നിങ്ങൾക്ക്, റുസുലും മിൻകും നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ വന്നിട്ടില്ലയോ. റസൂൽ എന്ന വാക്കിന്റെ ബഹുവചനാണല്ലോ റുസുൽ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ വന്നിട്ടില്ലയോ എന്ന് ചോദിക്കും. യഖുസ്സൂന അലൈക്കും ആയാത്തി, എങ്ങനെയുള്ള ദൂതന്മാരാണ്? ഖസ്സ യഖുസ്സു, വിവരിച്ചു എന്നാണ്. ഖിസ്സ എന്ന കഥയ്ക്കും സംഭവത്തിനൊക്കെ പറയല്ലോ, ഖസസ് സംഭവ കഥ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. ഇവിടെ യഖുസ്സൂന അലൈക്കും, നിങ്ങൾക്ക് വിവരിച്ചു തരുന്നവരായ, ആയാത്തി എൻ്റെ സൂക്തങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്ന ദൈവദൂതന്മാർ നിങ്ങൾക്ക് വന്നിട്ടില്ലേ മനുഷ്യരെ, ജിന്നുകളെ എന്ന് ചോദിക്കാൻ.
അവരുടെ മറ്റൊരു ദൗത്യം വയുന്ദിറൂനക്കും ലിഖാഅ യൗമിക്കും ഹാദ. അൻദറ യുന്ദിറു, മുന്നറിയിപ്പ് നൽകി, താക്കീത് ചെയ്തു. വയുന്ദിറൂന, അവർ മുന്നറിയിപ്പ് നൽകുന്നവരുമായിരിക്കും, ക്കും നിങ്ങൾക്ക്, ലിഖാ, കൂടിക്കാഴ്ചയെക്കുറിച്ച്, യൗമിക്കും ഹാദ, ഈ ദിനത്തിലെ. ഏതു ദിനം? അന്ത്യദിനത്തിൽ അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ച അത് സംഭവിക്കുന്നത് തന്നെയാണ് എന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഖാലു, ആ സമയത്ത് അവരുടെ മറുപടി എന്താണ്? ഷഹിദ്ന, ഞങ്ങൾ സാക്ഷികളായിരിക്കുന്നു, ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്താണ് സാക്ഷ്യം? അല അംഫുസിന, ഞങ്ങൾക്ക് എതിരായിട്ട്. അവിടെ അല എന്ന വാക്കിന്റെ അർത്ഥം എതിരായിട്ട് എന്നാണ്. ഷഹിദിന അല അംഫുസിന, ഞങ്ങൾക്കെതിരായി തന്നെ സാക്ഷി പറയുന്നു. അഥവാ ഞങ്ങളിലേക്ക് ദൈവദൂതന്മാർ വന്നിരുന്നു, എന്നിട്ട് ഞങ്ങൾ അവരെ ധിക്കരിച്ചതാണ്, അവരിൽ നിന്ന് ഞങ്ങൾ അകന്നു നടന്നതാണ് എന്നാണ് അവരുടെ മറുപടി വരുന്നത്. വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയ. അപ്പൊ അല്ലാഹു തആല അതോട് ചേർത്തുകൊണ്ട് പറയുകയാണ്. എന്താ പറയുന്നത്? വഗറത്ഹും, അവരെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു, അൽ ഹയാത്തുദ് ദുനിയ, ഭൗതിക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞതാണ് എന്നതത്ര യാഥാർത്ഥ്യം എന്ന് അല്ലാഹു തആല ചേർത്ത് പറയാൻ. വശഹിദു അല അൻഫുസിഹിം, അങ്ങനെ എന്തായി? അവര് വശഹിദു, അവർ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരിക്കുന്നു, അല അൻഫുസിഹിം, സ്വന്തത്തിനെതിരിൽ സ്വയം സാക്ഷി പറയേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അന്നഹും കാനു കാഫിരീൻ, എന്താ കാരണം? അവര് ഈ സത്യത്തെ തള്ളിപ്പറയുന്നവരായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. വളരെ ഗൗരവതരമായ ഒരു ചോദ്യവും ഉത്തരവുമാണ് 130 ആയത്തിൽ വരുന്നത്, അല്ലെ? പക്ഷെ അല്ലാഹു തആല ഇത് പറയുന്നത് എപ്പോഴാണ്? ഇഹലോകത്ത് വെച്ചാണ്. അള്ളാഹു എത്ര കാരുണ്യവാനാണ് എന്നാണ് നമ്മൾ ഈ സാഹചര്യത്തിൽ ആലോചിക്കേണ്ടത്. കാരണം ഇപ്പൊ തന്നെ പറഞ്ഞു തന്നല്ലോ. ഇപ്പൊ ഖുർആൻ വായിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സന്ദർഭം വരാനുണ്ട്, അതിനാൽ ജാഗ്രത കൈക്കൊള്ളണം എന്നുള്ള വലിയ ഒരു തിരിച്ചറിവ്, മുന്നൊരുക്കം നടത്താനുള്ള ഒരു അവസരമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ ആയത്തൊന്നുകൂടി നമുക്ക് വിശകലനം ചെയ്യാം. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യ ജിന്ന് സമൂഹങ്ങളെ, കൂട്ടമേ എന്നാണ് ആദ്യത്തെ വിളി വന്നിരിക്കുന്നത്. അതിൽ തന്നെ പല ആശയങ്ങളുണ്ട്, അല്ലെ? ഖുർആനില് അങ്ങനെ പിന്നെ വിളിക്കുന്നത് എവിടെയാണ്? സൂറത്തുർ റഹ്മാനിൽ വിളിക്കുന്നുണ്ട്. മനുഷ്യരെയും ജിന്നുകളെയും ഒന്നിച്ചു വിളിക്കുന്ന ഒരു സന്ദർഭം സൂറത്തുർ റഹ്മാനിലുണ്ട്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അതിരുകൾ ഭേദിച്ച് നിങ്ങൾക്ക് അതിർത്തി ലംഘിച്ച് പുറത്തു കടക്കാൻ കഴിയുമെങ്കിൽ ആയിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് സാധ്യമല്ല എന്ന് പറയുന്നു. ഇവിടെ മനുഷ്യ ജിന്ന് വർഗങ്ങളെ വിളിക്കാനുള്ള കാരണം എന്താണ്? ഖുർആൻ തന്നെ പറയുന്നു സൂറത്തു ദാരിയാത്തില്, മനുഷ്യ ജിന്ന് വർഗങ്ങളെ അള്ളാഹു പടച്ചത് എന്തിനാണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അവരുടെ സൃഷ്ടിപ്പിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ മണ്ണുകൊണ്ടാണ്, ജിന്ന് തീ കൊണ്ടാണ്. മനുഷ്യനെ കാണാൻ പറ്റും, ജിന്നിനെ മനുഷ്യന് കാണാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും രണ്ട് വിഭാഗത്തിൻ്റെയും സൃഷ്ടി ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിളി വരുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ലോകത്ത് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ മനുഷ്യനും ജിന്നും ബാധ്യസ്ഥമാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ അവരവരുടെ കർമ്മങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരോട് ചോദിക്കും, അതേപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കും എന്ന് മനസ്സിലാക്കണം. അതാണ് യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് എന്ന് ഒന്നിച്ചു വിളിക്കുന്നത്. ഖുർആനിലൂടെ വിളിച്ചാൽ ജിന്നുകൾ കേൾക്കോ? ജിന്നുകൾക്ക് വേറെ തന്നെ പ്രത്യേക വേദഗ്രന്ഥം വരേണ്ടതല്ലേ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്, അല്ലെ? നമ്മൾ പല സൂറകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ ജിന്നുകൾ കേട്ടതിനെ കുറിച്ച്. സൂറത്തുൽ ജിന്നിന്റെ തുടക്കം തന്നെ അങ്ങനെയല്ലേ? ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, അത്ഭുതകരമായ കൗതുകകരമായ ഒരു ഖുർആനിനെ ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം തന്നെ.
അപ്പൊ അതിനാൽ ഖുർആൻ ജിന്നുകളും കേൾക്കുന്നുണ്ട്, ഖുർആൻ ജിന്നുകൾക്ക് കൂടി ഉള്ളതാണ് എന്നൊക്കെ അതിൽ മനസ്സിലാവും. പക്ഷെ ജിന്നുകളുടെ മുഴുവൻ ശരീഅത്തും ഖുർആനിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ ഇടയില്ല. കാരണം മനുഷ്യരെ പോലെ അല്ലല്ലോ ജിന്നുകളുടെ അവസ്ഥ, ഭൗതിക അവസ്ഥ മറ്റൊന്നാണ്. ഇപ്പൊ മനുഷ്യർക്ക് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് ഖുർആനില്. ഇപ്പൊ വുളു ചെയ്യുന്നതിനെ കുറിച്ച്, തയമ്മും ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പൊ ജിന്നുകൾ എങ്ങനെയാണ് വെള്ളം ശരീരത്തിൽ ഒഴിക്കുക, അല്ലെ, തയമ്മുമാണെങ്കിൽ എങ്ങനെയായിരിക്കും നിർവഹിക്കുക, ഇതൊന്നും നമുക്ക് വ്യക്തമല്ല. അപ്പൊ അതിനാൽ അവരുടെ ശരീഅത്ത്, നിയമസംഹിത ഇത് തന്നെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് മനസ്സിലാക്കാം. ജിന്നുകളുടെ കുടുംബജീവിതം എങ്ങനെയാണ്, ഇതൊന്നും നമുക്ക് മുമ്പിൽ വെളിപ്പെടാത്ത കാര്യങ്ങളാണ്. അതേ സമയത്ത് ഈ കാണാൻ കഴിയുന്ന മനുഷ്യനും കാണാൻ കഴിയാത്ത ജിന്നും രണ്ടിൻ്റെയും ഉത്തരവാദിത്വം ഒന്നാണ്. എന്താണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കണം. അപ്പൊ ആ ഒരു അറിയിപ്പ് ഖുർആനിലൂടെ അള്ളാഹു താല ഇവിടെ നൽകുകയാണ്, യാ മാശറൽ ജിന്നി വൽ ഇൻസ് എന്ന് വിളിച്ചുകൊണ്ട്. ഇതിപ്പോ ഇഹലോകത്ത് വെച്ച് നൽകുകയാണ്, പക്ഷെ പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന വിളിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് എന്താ പറയുന്നത്? അലം യഅ്തിക്കും, നിങ്ങൾക്ക് വന്നിട്ടില്ലേ, റുസുലും മിൻകും, നിങ്ങളിൽ നിന്നുള്ള ദൈവദൂതന്മാർ നിങ്ങളിലേക്ക് വന്നിട്ടില്ലേ എന്നാണ് ചോദ്യം. അപ്പൊ ജിന്നുകളിൽ പ്രവാചകന്മാരുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം, അതിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്, അല്ലെ? കാരണം എന്താണ് ചോദ്യം? അലം യഅ്തിക്കും, നിങ്ങൾക്ക് വന്നിട്ടില്ലേ, റുസുലുൻ, ദൈവദൂതന്മാർ, മിൻകും, നിങ്ങളിൽ നിന്നുള്ള എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യരിലെ ദൈവദൂതന്മാർ ജിന്നുകൾ കൂടി വന്നില്ലേ എന്നല്ല, മിൻകും എന്ന് പറയുമ്പോൾ നിങ്ങളിൽ നിന്നുള്ള എന്ന് തന്നെയാണല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത്. ആ നിലയ്ക്ക് വളരെ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അത് പൊതുവായിട്ട് പറഞ്ഞതാണ്. ഈ സമൂഹങ്ങളിൽ, അള്ളാഹു വിളിക്കുന്ന സമൂഹത്തിൽ മനുഷ്യരാണ് കൂടുതൽ, അതുകൊണ്ട് മനുഷ്യരെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞതാണ് എന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനമുണ്ട്. അതേ സമയത്ത് നമുക്ക് ഖുർആൻ വെച്ചുകൊണ്ട് തന്നെ ചിന്തിക്കുമ്പോൾ എന്താ മനസ്സിലാവുക? ഖുർആനിലെ വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ എന്നുണ്ട്. ഒരു മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോകാതെ ഒരു സമൂഹവുമില്ല. ഉമ്മത്ത് എന്ന വാക്കാ ഉപയോഗിച്ചത്. ഉമ്മത്ത് എന്ന് മനുഷ്യർക്ക് മാത്രമാണോ പറയാം, അതോ ജിന്നുകൾക്ക് പറയാമോ എന്നതാണ് മറ്റൊരു സംശയം. ഖുർആൻ തന്നെ ഈ ആശയം പലയിടത്തും പറയുന്നുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, എല്ലാ സമൂഹങ്ങളിലേക്കും നാം ദൈവദൂതന്മാരെ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഉമ്മത്ത് എന്ന വാക്ക് സാധാരണ മനുഷ്യർ പരസ്പരം പറയും, മുസ്ലിം ഉമ്മത്ത് എന്ന് നമ്മൾ പറയും. അതേസമയം ഖുർആനിൽ മനുഷ്യരെ കുറിച്ച് മാത്രമാണോ ഉമ്മത്ത് എന്ന് പ്രയോഗിച്ചത്? അല്ല. വമാമിൻ ദാബത്തിൻ ഫിൽ അർദ്, ഭൂമിയിൽ ഒരു ജീവജാലവും ഇല്ല. വലാ ത്വാഇറി യതീറു ബി ജനാഹൈഹി, ഇരു ചിറകുകൾ കൊണ്ട് പറക്കുന്ന ഒരു പക്ഷിയുമില്ല. ഇല്ല ഉമമുൻ അംസാലുക്കും, അവരൊക്കെ നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങൾ തന്നെയാണ്. നിങ്ങളെപ്പോലെയുള്ള സമൂഹം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ജീവിത രീതി ഉണ്ട്, അവരുടേതായ ജീവിത ലക്ഷ്യങ്ങളുണ്ട്, അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ കൊതുക് അതൊരു ഉമ്മത്താണ്. കൊതുകിന് അതിൻ്റെതായ ഒരു ഡ്യൂട്ടി ഇവിടെ ചെയ്യാനുണ്ട്, അല്ലെ? അതുകൊണ്ടാണല്ലോ അള്ളാഹു അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അതിനാൽ ഉമ്മത്ത് എന്ന വാക്ക് പക്ഷികളെ കുറിച്ചും അതുപോലെ മൃഗങ്ങളെ കുറിച്ചും ജന്തുജാലങ്ങളെ കുറിച്ചും ഒക്കെ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഖുർആനിൽ വരുന്ന മറ്റൊരു തെളിവ് എന്താണ്? സൂറത്തു ഇബ്രാഹിമില് 14-ാമത്തെ സൂക്തത്തിൽ വരുന്നുണ്ടല്ലോ, വമാ അർസൽനാ മിർ റസൂലിൻ, നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല, ഇല്ലാ ബിലിസാനി ഖൗമിഹി, ഇല്ലാ ബിലിസാനി ഖൗമിഹി, തൻ്റെ ജനതയുടെ തൻ്റെ സമൂഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവരായിട്ടല്ലാതെ, ലിയുബയ്യിന ലഹും, അവർക്ക് കാര്യം വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ജിന്നുകളോട് സംസാരിക്കാൻ ജിന്നുകളിലെ ദൈവദൂതൻ വരണം, അല്ലെ, എന്ന് മനസ്സിലാക്കാം. മനുഷ്യരോട് സംസാരിക്കാൻ മനുഷ്യന്റെ ഭാഷ അറിയുന്ന, ജീവിതം അറിയുന്ന മനുഷ്യൻ വരണം എന്ന് അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ സൂക്തങ്ങളെല്ലാം ചേർത്ത് വെക്കുമ്പോൾ മൊത്തത്തിൽ ലഭിക്കുന്ന ആശയം ജിന്നുകളിലേക്ക്, ജിന്നുകളിൽപ്പെട്ട ദൈവദൂതന്മാർ വന്നിരിക്കണം എന്നുള്ളതാണ്.
അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം. അലം യഅ്തിക്കും റുസുലും മിൻകും, മനുഷ്യ ജിന്ന് സമൂഹങ്ങളെ, നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് ദൈവദൂതന്മാർ വന്നിരുന്നില്ലേ എന്നാണ് ചോദ്യം. എങ്ങനെയുള്ള ദൈവദൂതന്മാര്? പിന്നെ അവരുടെ ഡ്യൂട്ടി പറയാണ്, യഖുസ്സൂന അലൈക്കും ആയാത്തി, എൻ്റെ സൂക്തങ്ങൾ, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതായിട്ടുള്ള ദൈവദൂതന്മാർ വന്നില്ലേ എന്നാണ് ചോദിച്ചത്. ഖുർആനില് മറ്റു പലയിടങ്ങളിലും പ്രവാചക ദൗത്യം പറയുന്നുണ്ടല്ലോ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. സൂറ അൽ ജുമുഅ 2-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട് അല്ലെ. യത്ലു അലൈഹിം ആയാത്തി, അവന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്ന, വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്ന, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവരെ വേദഗ്രന്ഥവും അതുപോലെ തന്നെ അതിന്റെ പ്രായോഗിക ജ്ഞാനവും പഠിപ്പിക്കുന്ന ദൈവദൂതന്മാർ. അതാണ് യഖുസ്സൂന അലൈക്കും ആയാത്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ, എൻ്റെ സൂക്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്ന ദൈവദൂതൻ എന്നാണ്. വയുൻദിറൂനക്കും ലിഖാഅ യൗമിക്കും ഹാദാ, ഈ ദിവസത്തെ കൂടിക്കാഴ്ചയെ കുറിച്ച് നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്ന ദൈവദൂതൻ. അതിലെല്ലാം വന്നു അല്ലെ, തൗഹീദും റിസാലത്തും ആഖിറത്തും ഒക്കെ ഈ ആയത്തിന്റെ പരാമർശങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം വരും, അപ്പൊ അവിടെ ജിന്നുകളും ഹാജരാകേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പൊ ജിന്ന് സേവ നടത്തി, ജിന്നുകൾക്ക് അങ്ങനെ സവിശേഷമായ കഴിവുകളുണ്ട്, അതുകൊണ്ട് അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നൊക്കെയുള്ള അവസ്ഥയിലൊക്കെ മനുഷ്യൻ വഴിമാറി പോകുമ്പോൾ വളരെ ആലോചിക്കേണ്ട ഒരു വിഷയമാണിത്. മനുഷ്യനെ പോലെ തന്നെ ജിന്നും പരലോകത്ത് ഹാജരാക്കപ്പെടുകയാണ്. ഓർമ്മയില്ലേ, സൂറത്ത് ഇബ്രാഹിമില് ഒക്കെ വരുന്നുണ്ടല്ലോ, എന്താണ്, മനുഷ്യനും ജിന്നും വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ഹാജരാക്കപ്പെടുമ്പോൾ ഈ ജിന്നുകളിലെ പിശാചുക്കൾ മനുഷ്യരിൽ നിന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കളയുന്നൊരു സന്ദർഭമുണ്ട്. ഞാൻ നിങ്ങളെ വിളിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ നിങ്ങൾ എന്തിനു വന്നു? നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൈയൊഴിയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് രക്ഷപ്പെടുന്ന സന്ദർഭമുണ്ട്. അതിനാൽ ജിന്ന് വർഗവും മനുഷ്യരെ പോലെ തന്നെ വിചാരണക്ക് വിധേയമാകും എന്നിവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അള്ളാഹു ചോദിക്കുമ്പോൾ, അല്ല ദൈവദൂതന്മാരൊന്നും വന്നില്ലേ, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്താ മറുപടി? ഷഹിദ്ന അല അംഫുസിന, അതേ പടച്ചോനെ, ഞങ്ങളിതാ ഇവിടെ ഇപ്പോ ഞങ്ങൾക്കെതിരിൽ തന്നെ സാക്ഷി പറയുകയാണ് റബ്ബേ എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. സൂറത്തുൽ മുൽക്കില് നമ്മൾ നിരന്തരം പാരായണം ചെയ്യുന്ന സൂറയാണല്ലോ, ആ സൂറയില് ഈ വിഷയം പരാമർശിക്കുന്നുണ്ടല്ലോ. അലം യഅ്തിക്കും നദീർ എന്നൊരു ചോദ്യമുണ്ട് അല്ലെ. അലം യഅ്തിക്കും നദീർ ഖാലു ബലാ ഖദ് ജാഅനാ നദീർ. ഇതേ സന്ദർഭമാണ്. അത് നരകത്തിന്റെ കാവൽക്കാര്, നരകാവകാശികളാകാൻ പോകുന്ന മനുഷ്യരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. വഖാല ലഹും ഖസനതുഹാ അലം യഅ്തിക്കും നദീർ, അല്ല നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൊന്നും വന്നിട്ടില്ലേ എന്ന് ചോദിക്കും. എന്തിനാ ചോദ്യം? ശരിക്കും അതൊരു കണക്കെടുക്കാൻ വേണ്ടിയാണ്. മുന്നറിയിപ്പ് വന്ന ആൾക്കാർ ഇത്ര, വരാത്തവർ ഇത്ര, ഇങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തയ്യാറാക്കാൻ വേണ്ടിയാണോ? അല്ല, അള്ളാഹുവിന് അറിയാമല്ലോ, മലക്കുകൾക്കും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും, വന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യം? അവരെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കാനാണ്. അവരുടെ കാര്യത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യം ഉണ്ടാകണം അല്ലെ. നമ്മള് കഴിഞ്ഞു പോയ ജീവിതത്തിൽ അബദ്ധങ്ങൾ ഒരുപാട് ചെയ്തു പോയി, പക്ഷെ ഭൂമിയിൽ വെച്ച് അവരതിനൊക്കെ ന്യായീകരിച്ചവരാണ്. ഒന്നും അംഗീകരിക്കാൻ അവർ സന്നദ്ധമായിട്ടില്ലല്ലോ. പക്ഷെ പരലോകത്തെത്തുമ്പോഴോ അംഗീകരിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. ബല, അല്ലാതെ പിന്നെ ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൊക്കെ വന്നിരുന്നു. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, അന്ന് ഭൂമിയിൽ വെച്ച് ഞങ്ങൾ എന്താ പറഞ്ഞത്? അള്ളാഹു ഇങ്ങനെയൊന്നും അവതരിപ്പിച്ചിട്ടില്ല. ഇൻ അൻതും ഇല്ലാ ഫി ളലാലിൻ കബീർ, നിങ്ങൾ ഈ പ്രവാചകന്മാർ അല്ലെങ്കിൽ പ്രബോധകന്മാർ വ്യക്തമായ വഴികേടിലാണ്, ഗുരുതരമായ വഴികേടിലാണ് എന്ന് വാദിച്ച് രക്ഷപ്പെട്ടവരാണ് ഞങ്ങൾ
എന്നാണ് ആ സമയത്ത് അവർ പറയാം. എന്നിട്ട് അവർ സങ്കടം പറയുന്നുണ്ട്. എന്താണ്? ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ആ ദൂതന്മാർ പറഞ്ഞത് ഞങ്ങൾ ഗ്രഹിച്ചിരുന്നെങ്കിൽ ഞങ്ങളിപ്പോ നരകാവകാശികളിൽ പെട്ടുപോവില്ലായിരുന്നു. അപ്പൊ അള്ളാഹു പറയുന്നു ഫഅതറഫു ബിദംബിഹിം. അങ്ങനെ പരലോകത്ത് വിചാരണയും കഴിഞ്ഞ് നരകത്തിലേക്ക് ചെന്ന് വീഴാൻ പോകുന്ന സമയത്ത് ഫഅതറഫു ബിദംബിഹിം, അവർ അവരുടെ പാപങ്ങൾ തിരിച്ചറിയുകയാണ്. ഫസുഹഖൻ ലി അസ്ഹാബിസ് സഈർ, കൊടും നരകത്തിന്റെ ഈ ഇരകൾക്ക് മഹാനാശം എന്ന് അള്ളാഹു പറയും. അതേ സന്ദർഭമാണ് ഇവിടെ മറ്റൊരു ഭാഷയിൽ പറയുന്നത്. ബലാ ഖദ് ജാഅനാ നദീർ എന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഷഹിദിന അലാ അൻഫുസിന. ഞങ്ങൾക്കെതിരിൽ സാക്ഷി പറയാണ് ഇവിടെ വെച്ച്. എല്ലാം വന്നിരുന്നു, ഞങ്ങൾ ബോധപൂർവം തള്ളി പറഞ്ഞതാണ് എന്ന് അവരോട് വെച്ച് സാക്ഷി പറയാൻ. അള്ളാഹു പറയുന്നു വഗർറത്ഹുമുൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞതാണ്. വശഹിദു അലാ അൻഫുസിഹിം, ഇപ്പൊ അവര് സ്വന്തത്തിനെതിരിൽ സാക്ഷി പറയേണ്ടി വന്നിരിക്കുന്നു. അന്നഹും കാനു കാഫിരീൻ, അവർ സത്യത്തെ തള്ളിപ്പറഞ്ഞവരായിരുന്നു എന്ന് ഇപ്പോ അവർക്കെതിരിൽ തന്നെ സാക്ഷി പറഞ്ഞിരിക്കുന്നു എന്നാണ്. വളരെ ഗുരുതരമായൊരു സന്ദർഭമാണ് അല്ലെ? വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന പരലോക ബോധമുള്ള ആളുകൾക്ക് മാത്രം ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. അല്ലാത്തവരെന്ത് പറയും? ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ എന്ന് പറഞ്ഞേക്കാം. പക്ഷെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ശാസ്ത്രത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാല് എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയില്ലേ? ഏത് പ്രവർത്തിക്കും അതിന് തുല്യമായ, അതിന് എതിരായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കൈ മുട്ടുമ്പോൾ തീർച്ചയായിട്ടും ശബ്ദം ഉണ്ടാവും അല്ലെ? എന്ന് പറയും പോലെ ഏത് കാര്യത്തിന് ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ ഒന്നും ചെയ്ത് രക്ഷപ്പെട്ട് കളയാൻ സാധ്യമല്ല. ഒന്നുകിൽ ഇവിടെ വെച്ച് തന്നെ അള്ളാഹു തരും അല്ലെ? അങ്ങനെ പറയില്ലേ? ഇപ്പൊ വരമ്പത്താണ് കൂലി എന്ന് പറയും. മലയാളത്തിലെ ഒരു പ്രയോഗമാണ്. ജോലി ചെയ്ത് വരമ്പത്ത് കയറുമ്പോൾ തന്നെ കൂലി എന്ന് പറഞ്ഞാൽ, ഒരു അബദ്ധം ഒരാൾ ചെയ്താൽ, തെറ്റ് ചെയ്താൽ അപ്പൊ തന്നെ അള്ളാഹു അയാൾക്കുള്ളത് കൊടുത്തേക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ജീവിതത്തിനൊരു മറുവശം ഉണ്ട് എന്ന് വളരെ ശക്തമായിട്ട് ബോധ്യപ്പെടുത്തുന്ന സൂക്തമാണ് ഇത് എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത സൂക്തത്തില് 131 സൂക്തത്തിൽ അള്ളാഹു തആല മറ്റൊരു കാര്യം അതോട് ചേർത്തുകൊണ്ട് പറയുകയാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും അള്ളാഹു തആല എല്ലാവരെയും ഭൂമിയിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞിട്ടൊന്നുമില്ല. ചില പ്രത്യേക സമൂഹങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാവരെയും നശിപ്പിച്ചിട്ടില്ല. നീതിമാനായ അള്ളാഹു അതിന് ന്യായം പറയാണ് 131. ذلك أن لم يكن ربك مهلك القرى بظلم وأهلها غافلون. ذلك അത് അല്ലം യകുർ റബ്ബുക, നിന്റെ നാഥൻ ആയിട്ടില്ല എന്നതാകുന്നു. ഇല്ല എന്നതാകുന്നു. അൻ ആകുന്നു. എന്തെന്നാൽ ലം ഇല്ല, യക്കുൻ ആയിട്ടില്ല, റബ്ബുക നിന്റെ നാഥൻ. എങ്ങനെ ആയിട്ടില്ല? മുഹ്ലിക്കൽ ഖുറ, അഹ്ലക നശിപ്പിച്ചു, യുഹ്ലിക്കു നശിപ്പിക്കുന്നു, മുഹ്ലിക് നശിപ്പിക്കുന്നവൻ, അതിന്റെ കർത്തൃരൂപമാണ് നശിപ്പിക്കുന്നവൻ. ഹലാക്ക് നാശം നമുക്കറിയാം. മുഹ്ലിക്കൽ ഖുറ, ഖുറ ഖറിയ എന്ന വാക്കിന്റെ ബഹുവചനാണ്. ഖറിയ നാട്, പട്ടണം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. മുഹ്ലിക്കൽ ഖുറ നാടുകളെ നശിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. ബിദുൽമിൻ, എങ്ങനെ? അക്രമത്താൽ, ആ ജനതയുടെ അക്രമത്താൽ നശിപ്പിച്ചു കളയുന്നവനല്ല. ഏതവസ്ഥയില്? വ അഹ്ലുഹ, ആ നാട്ടുകാർ ആയിരിക്കെ, ഗാഫിലൂൻ അശ്രദ്ധരായിരിക്കെ, അവര് അജ്ഞരായിരിക്കെ, അറിവില്ലാത്തവരായിരിക്കെ. അള്ളാഹു വലിയൊരു ന്യായമാണ് ഇവിടെ പറയുന്നത്. സാധാരണഗതിയിൽ ഒരു സമൂഹം അതിക്രമം ചെയ്താൽ അപ്പൊ തന്നെ അള്ളാഹു നശിപ്പിക്കുമോ? അങ്ങനെ നശിപ്പിക്കില്ല അല്ലെ?
മറിച്ച് അതിന് കൃത്യമായ കാരണവും തെളിവും ലഭിച്ചാലാണ് അള്ളാഹു ഇടപെടുള്ളൂ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ആദ് സമൂദ് ഗോത്രങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? അവരിലേക്ക് പ്രവാചകന്മാർ വന്നു, ആ പ്രവാചകന്മാരെ അവർ തള്ളിപ്പറഞ്ഞു, ധിക്കാരികളായി മാറി, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിച്ചു. ഇങ്ങനെയൊക്കെ വന്ന് ഈ ലോകത്ത് നിലനിൽക്കുവാൻ ഇവർ അർഹരല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അള്ളാഹു താല അവരെ നശിപ്പിച്ചത്. അതാണ് അതിൻ്റെ ഒരു രീതി. അള്ളാഹുവിൻ്റെ നീതിബോധത്തിന്റെ ഭാഗമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ദാലിക അല്ലം യകുർ റബ്ബുക മുഹ്ലിക്കൽ ഖുറ. അള്ളാഹു തആല നാടുകളെ, നിന്റെ നാഥൻ നാടുകളെ നശിപ്പിച്ചു കളയുന്നവനല്ല, ബിദുൽമിൻ അവരുടെ അക്രമത്താൽ, വ അഹ്ലുഹ ഗാഫിലൂൻ ആ നാട്ടുകാര് അശ്രദ്ധരാണെങ്കിൽ അല്ലെങ്കിൽ അജ്ഞരാണെങ്കിൽ എന്നാ പറഞ്ഞത്. അവർ ദുൽമൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് തിരിച്ചറിവില്ല. അങ്ങനെയാകുമ്പോൾ അവരെ നശിപ്പിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ ചെറിയ മക്കള് അവരെന്തൊക്കെ ചെയ്യും അല്ലെ? ചിലപ്പോ ഗ്ലാസ് എടുത്ത് ഒരൊറ്റ ഏറായിരിക്കും, അത് പൊട്ടിപ്പോവും. പക്ഷെ അപ്പൊ നമ്മൾ അവരെ പിടിച്ച് തല്ലോ? ഇല്ല. അപ്പൊ പൊട്ടിക്കഴിഞ്ഞാൽ കുട്ടി കരയാൻ തുടങ്ങും പേടിച്ചിട്ട്. അപ്പൊ നമ്മൾ ആ കുട്ടിയെ വാരി എടുക്കാണ്, സാരില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഗ്ലാസിന്റെ ചിതറിപ്പോയ കഷ്ണങ്ങളൊക്കെ വാരി കൂട്ടും അല്ലേ? കാരണം ആ കുഞ്ഞ് അവനൊന്നും അറിയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ അശ്രദ്ധമായിട്ടൊരു കാര്യം സംഭവിച്ചു പോയാൽ അള്ളാഹു പിടികൂടുമോ? അതുമില്ല. ഒരാൾക്ക് മറവി സംഭവിച്ചു, ഉറങ്ങിപ്പോയി, അതൊക്കെ ഇസ്ലാമില് ഉദറുകളാണ്, ന്യായമായ കാരണങ്ങളായിട്ടല്ലേ പറയുന്നത്. ഇപ്പൊ നമസ്കാരം, ഒരാൾ സുബ്ഹിന് ഉറങ്ങിപ്പോയി, അപ്പൊ അതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കോ? ഇല്ല. അയാൾ എപ്പോഴാണോ ഉണരുന്നത് അപ്പോഴാണ് അയാളുടെ അവ്വൽ വഖ്ത്. മറന്നുപോയി, എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പോഴാണ് അവ്വൽ വഖ്ത്. അങ്ങനെയാണ്. ഇനി ഒരാൾക്ക് ബുദ്ധിസ്ഥിരതയില്ല, ആ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ അയാൾക്ക് കർമ്മങ്ങൾ നിർബന്ധമല്ല അല്ലെ? ബുദ്ധിസ്ഥിരതയുള്ള, പക്വതയുള്ള, പ്രായപൂർത്തി എത്തിയ ആളുകൾക്കാണ് ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങൾ നിർബന്ധമാകുന്നത്. ഇങ്ങനെയൊക്കെ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതിനാൽ അള്ളാഹു അങ്ങനെ അന്യായമായിട്ട് ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് പിടിച്ച് ആക്രമിച്ചു കളയാൻ കാത്തിരിക്കുന്നവനൊന്നുമല്ല എന്ന് പറയാൻ. ഇവിടെ അള്ളാഹുവെ കുറിച്ച് ഉപയോഗിച്ച വാക്ക് റബ്ബ് എന്നുള്ളതാണ്. വളരെ ബോധപൂർവമാണ് ഖുർആനില് വാക്കുകൾ പ്രയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ റബ്ബ് പ്രയോഗിച്ചു? ആ റബ്ബ് സംരക്ഷകനും പരിപാലകനുമാണല്ലോ. അങ്ങനെയുള്ള റബ്ബ് അന്യായമായിട്ട് ഒരാളെ വല്ലതും ചെയ്ത് കളയുമോ? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ബോധപൂർവമാണ് അവരുടെ പ്രവൃത്തിയെങ്കിൽ അള്ളാഹു താല തീർച്ചയായിട്ടും പിടികൂടും എന്ന് മനസ്സിലാക്കണം. അതിനും അതിൻ്റെതായ ഒരു സമയമുണ്ടാകും. ഇപ്പൊ ഫലസ്തീനിൽ, ഗസയിൽ അതിക്രമം നടത്തുന്ന അവിടുത്തെ സയണിസ്റ്റ് ഭരണകൂടം, ഇസ്രയേൽ സയണിസ്റ്റ് ഭരണകൂടം, എന്തുകൊണ്ടാണ് അള്ളാഹു തആല ഇടപെടാത്തത് എന്ന് നമ്മൾ പലപ്പോഴും പരസ്പരം പറയും. യഥാർത്ഥത്തിൽ അള്ളാഹു അതിനൊരു അവസരം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. ഓരോന്നിനും പല തരത്തിലുള്ള തലങ്ങളുണ്ടാകും. നമ്മൾ ഒരു വ്യൂവിലൂടെ മാത്രമായിരിക്കും നോക്കിക്കാണുന്നത്. എന്തുകൊണ്ട്? അവർ ബോംബിട്ടപ്പോൾ അള്ളാഹുവിനെ അവരെ ഇല്ലാതെയാക്കിക്കൂടെ എന്ന് മാത്രം നമ്മൾ ആലോചിക്കും. അള്ളാഹു അതിനൊക്കെ അപ്പുറം ഒരുപാട് കാര്യങ്ങൾ മുൻനിർത്തിയായിരിക്കും ഒരു സംഭവത്തിൽ ഇടപെടുന്നത് അല്ലേ? അപ്പോ 35,000-ലേറെ മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞുപോയി, ഒരുപാട് ജീവിതങ്ങൾ തകർക്കപ്പെട്ടു. പക്ഷെ അതിനൊരു മറുവശം, അവർ ശുഹദാക്കളായിരിക്കുന്നു, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനീയരാവുകയാണ് അവര് എന്നുള്ളതാണ് അവർക്കുള്ള പ്രതിഫലം. അതാണ് അതിൻ്റെ ഒരു വശം. മറുവശത്ത് അവരെ ഇല്ലായ്മ ചെയ്ത ആളുകളെ അള്ളാഹു താല തീർച്ചയായിട്ടും പിടികൂടും. ഈ ലോകത്ത് തന്നെ അവരത് അനുഭവിക്കും, പരലോകത്തും അനുഭവിക്കാൻ പോകുന്നു. എന്നാലും പിന്നെ എന്തിനാണ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടാനുണ്ടാവും. സത്യത്തിന്റെ പക്ഷത്ത്, നീതിയുടെ പക്ഷത്ത് നിലകൊള്ളുന്നത് ആരാണ്, നിലകൊള്ളാത്തത് ആരാണ്? ഇപ്പൊ നമുക്ക് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങി. ലോകരാജ്യങ്ങളിൽ ആരൊക്കെയാണ് ആ മർദ്ദിത ന്യൂനപക്ഷത്തിന്റെ കൂടെ ഉള്ളത്? മുസ്ലിം രാജ്യങ്ങളിൽ ആരൊക്കെയാണ് അവരെ പിന്തുണക്കുന്നത്? വെറുതെ വാഗ്ദാന പെരുമഴ നടത്തുന്നത് ആരാണ്? ഇതൊക്കെ നമുക്ക് ബോധ്യമാവുകയാണ് ആരുടെ പക്ഷത്താണ് സത്യം. ലോകം പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഈ ഗസയിലെ മനുഷ്യരുടെ പിന്നിലെ മനോവീര്യം, അവരുടെ കരുത്ത് എന്താണ്? ലോകം പഠിക്കുകയാണ് ആരുടെ പക്ഷത്താണ് സത്യം, ഏതാണ് അസത്യം. ഇങ്ങനെ ഇസ്ലാം
ചർച്ച ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് തലങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവും. അതിനാൽ അള്ളാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് ഇടപെട്ട് കളയുന്ന ഒരു രീതിയല്ല സ്വീകരിക്കാം. എല്ലാത്തിനും അതിൻ്റെതായ അവസരവും സന്ദർഭവും നൽകും, അതിൻ്റെതായ സാഹചര്യങ്ങൾ ഒരുക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മളിപ്പോൾ മക്കയിലാണുള്ളത്. മക്കക്കാരെ അള്ളാഹു തആല നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടോ? ഇല്ല. മറ്റു പല സമൂഹങ്ങളെയും പോലെ നശിപ്പിച്ചിട്ടില്ല. അതേ സമയത്ത് ചില പരീക്ഷണങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ക്ഷാമവും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെ? അത്തരം സന്ദർഭങ്ങളിൽ അവർ റസൂലുള്ളാഹിന്റെ അടുക്കൽ സഹായം തേടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ മാറി ചിന്തിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് അവരെ നശിപ്പിച്ചില്ല എന്ന ചോദ്യത്തിന് ഖുർആൻ തന്നെ മറുപടി പറയുന്നുണ്ട്. അതിൽ ഒന്ന് എന്താണ്? വഹും യസ്തഗ്ഫിറൂൻ, അവര് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. അള്ളാഹുവിലേക്ക് പാപമോചനം തേടി ഒറ്റയും തെറ്റയുമായി ആളുകൾ മടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സമൂഹം ഒന്നിച്ച് അടച്ച് സത്യത്തിൽ നിന്ന് പിന്മാറിപ്പോയിട്ടില്ല. അവർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫത്ഹ് മക്കയിലും ആ സന്ദർഭത്തിൽ വരെ അബൂ സുഫിയാനും കൂട്ടരൊക്കെ വന്നില്ലേ? ഇങ്ങനെ പലരും വന്നുകൊണ്ടേയിരുന്നു. മറ്റൊരു കാരണം എന്താ പറഞ്ഞത്? വഅൻത ഫീഹിം, താങ്കൾ അവർക്കിടയിൽ ഉണ്ടല്ലോ. റസൂലുള്ള അവർക്കിടയിൽ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനാൽ അതിനിടയിൽ അവരെ നശിപ്പിക്കുകയില്ല എന്നുകൂടി അള്ളാഹു വാക്ക് പറഞ്ഞതായിട്ട് കാണാം. അപ്പൊ അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമം. അള്ളാഹു നീതിമാനാണ് എന്നാണ് ഇവിടെ ബോധ്യപ്പെടുന്നത്. അതേ സമയത്ത് ഇവരെ ഇപ്പൊ ചോദ്യം ചെയ്തത് അവരുടെ മനസ്സറിയാനാണ്. തങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് സ്വയം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരലോകത്ത് അവര് ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നതുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ സൂക്തങ്ങൾ ശരിക്കും നമ്മുടെയൊക്കെ ജീവിതം മുൻനിർത്തിയുള്ള വിലയിരുത്തലുകളാവണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളോടും ഉണ്ടാവില്ലേ ചോദ്യം, നീ ഖുർആൻ പഠിച്ചിരുന്നില്ലേ? ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ? ഇങ്ങനെ ഒരു ചോദ്യം നമ്മളോടുണ്ടാവും. അലം യഅ്തികും റുസുലും മിൻകും എന്നുള്ളയിടത്ത് അലം യഅ്തികും കിതാബ് അല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾക്ക് വന്നില്ലേ? അലം യഅ്തികും ദുആത്തുല്ലാഹ്, അള്ളാഹുവിന്റെ പ്രബോധകന്മാർ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ലേ? ഒരു മാതൃക ഇസ്ലാമിക സമൂഹം ഉണ്ടായിരുന്നില്ലേ? സത്യമാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന സംഘങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ അവരുടെ കൂടെ ചേർന്നിരുന്നോ? ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവും. അത് വളരെ പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ട. ഇത് വേറെ ഏതോ ഒരു സമൂഹത്തെ കുറിച്ച് പറയുകയാണ് എന്ന് കരുതി പോകേണ്ടതില്ല, നമ്മെക്കുറിച്ച് തന്നെയാണ്. അവിടെയാണ് ഷഹിദിന അല അംഫുസിന, സ്വന്തത്തിനെതിരിൽ മറുപടി പറയേണ്ടി വരുന്ന സന്ദർഭം വളരെ ദൗർഭാഗ്യകരമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളെ, അവന്റെ സന്ദേശങ്ങളെ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, നീ നിന്റെ വഴിയിൽ അടിയുറച്ച് നിലകൊള്ളുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ റബ്ബേ. നമ്മുടെ കൂട്ടത്തില് പലരും ഹജ്ജിന് വേണ്ടി നിയത്ത് ചെയ്ത് യാത്രയ്ക്ക് ഒരുങ്ങി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ എല്ലാം യാത്രകൾ സഫലമാക്കണേ റബ്ബേ, സുരക്ഷിതമാക്കണേ നാഥ. എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കണേ റബ്ബേ. പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണേ നാഥ. ഈ വരാനിരിക്കുന്ന ഹജ്ജിലൂടെ ലോകത്തിനുമേൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.